വിധി ഇന്ന് തന്നെ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ വാദിഭാഗം കസ്റ്റഡി ആപ്ലിക്കേഷൻ കൂടി കൊടുത്തിരിക്കുകയാണ്. മറ്റ് പ്രതികളെ കിട്ടണമെങ്കിൽ ഇവരെ ഇപ്പോൾ എടുത്ത് കസ്റ്റഡിയിലുള്ള പ്രതികളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒരു MLA എന്ന നിലയ്ക്ക് കസ്റ്റഡിയിൽ എടുക്കേണ്ട കാര്യമില്ല, ചോദ്യം ചെയ്യാൻ എപ്പോഴെങ്കിലും ഹാജരാക്കാം. ഇന്നലെ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഹാജരാക്കിയ ഒരു പ്രതിയാണ്. അപ്പോൾ തന്നെ വേണമെങ്കിൽ കസ്റ്റഡി എടുത്തിട്ട് ചോദ്യം ചെയ്തിട്ട് ഹാജരാക്കാവുന്നുള്ളൂ. ആ ഓപ്പർച്യൂണിറ്റി എടുത്തിട്ടില്ല. ഇപ്പോൾ ഇന്ന് ബെയിൽ ആപ്ലിക്കേഷനിലുള്ള ഒബ്ജക്ഷന് വേണ്ടി മാത്രം ഒരു കസ്റ്റഡി പെറ്റീഷൻ വന്നതാണ്. അപ്പോൾ ഇന്ന് തന്നെ കോടതി വിധി പറയും. 5 മണിക്ക് മുമ്പ് കോടതി വിധി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോടതി ഇപ്പോൾ സിറ്റിംഗ് നടന്നുകൊടുക്കുകയാണ്. കഴിഞ്ഞാൽ കോടതിയിൽ വിധി പറയും. വിധി പറഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് പറയാനാവും. തടസ്സമായിട്ട് ഈ കസ്റ്റഡി മാത്രമാണ്. അതായത് കേസിലെ ബാക്കിയുള്ള പ്രതികളെ കിട്ടാൻ ആവശ്യമുണ്ടെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള എല്ലാ മെറിറ്റും കോടതി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെ 12:30 മണിക്ക് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ 4 പ്രതികളെ, 2 മുതൽ 5 കൂടി പ്രതികളെ 12:30 മണിക്ക് തന്നെ കസ്റ്റഡിയിലുണ്ട്. അതിനുശേഷം പോലീസിൻ്റെ കയ്യിലുണ്ട് എന്നാണ് പോലീസ് തന്നെ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ട് പറയുന്നത്. അതിന് പ്രോസിക്യൂഷൻ പറഞ്ഞ മറുപടി ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ മോശമായതുകൊണ്ട് ഞങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. വളരെ മോശമായൊരു മറുപടിയാണ് പറഞ്ഞത്. ഇത് മാത്രമാണ് മറ്റു പ്രതികളെ തിരിച്ചറിഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈ പ്രതികളുടെ ഉത്തരവാദിത്തമല്ല. ആ ഉത്തരവാദിത്തം പ്രതികളിൽ അർപ്പിക്കാനും പാടില്ല ഇന്ത്യയിലെ നിയമം അനുസരിച്ചിട്ട്. അത് ആസൂത്രണമായിട്ട് ഒരു തെളിവ് പറയുന്നത് ഈ പരിപാടികളിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തുള്ള ആളുകൾ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ മണ്ഡലത്തിൽ പുറത്തുനിന്ന് ആളുകൾ പങ്കെടുത്താൽ എന്താ അതിൽ കുഴപ്പമെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വൈൽഡ് എലിമെൻസിൻ്റെ അറ്റാക്ക് കേരളത്തിലുടനീളമുണ്ട്. പിന്നെ ഈ ഫോറസ്റ്റ് ആക്ടിൻ്റെ പ്രശ്നവും ഇവിടെ മാത്രമുള്ളതല്ല. 3, 4, 5 തീയതികളിൽ കേരളത്തിലാകെ ഒരു ജാഥ നടത്താൻ അദ്ദേഹം തീരുമാനിച്ചതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ കൂടിയതിൽ എന്താ തെറ്റുള്ളത്? അല്ല, അതിനങ്ങനെ പറയാൻ പറ്റില്ല. പോലീസിന് സമയമെടുക്കാമല്ലോ, ഒരു ദിവസമല്ല. അതിപ്പോൾ ഒരു ആരോപണമായിട്ട് ഉന്നയിക്കാനൊന്നും പറ്റില്ല. അക്രമത്തിൽ 12:40 കസ്റ്റഡിയിലെടുത്ത ആളുകളുടെ 4:45 വരെ നീണ്ടു പോയി എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കോടതി അതിൽ പല ചോദ്യങ്ങളും ചോദിച്ചു. അത് ഇല്ലീഗലാണ്. അവരെ 12:45 അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് FIR ഇടുന്നതിന് മുമ്പാണ്. കാരണം 12:45 അറസ്റ്റ് ചെയ്യുമ്പോൾ ഈ സമയം 11:45 കഴിഞ്ഞിട്ടുണ്ട്. 11:45 നടക്കുന്ന നോർത്ത് ഫോറസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ നേരെ ഓപ്പോസിറ്റാണ്. എല്ലാവർക്കും അറിയാം. അവിടെ ഒരു സംഭവത്തിൽ അവിടെ പോലീസുകാരുണ്ട്. 3 പോലീസുകാർക്ക് പരിക്ക് പറ്റിയെന്നും പറയുന്നുണ്ട്. ഈ പോലീസുകാർക്ക് ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് ചെല്ലാം, അല്ലെങ്കിൽ പരിക്ക് പറ്റാത്ത പോലീസുകാർക്ക് ചെന്നിട്ട് ആദ്യം ചെയ്യേണ്ട പോലെ എന്താ? ഇത് പോലീസ് റിപ്പോർട്ട് ചെയ്യാണ്, സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ 4:45 വരെ എടുക്കുകയാണ്. ആ റിപ്പോർട്ടിൽ ഈ പ്രതികളുടെ പേര് എവിടെയും പറയുന്നില്ല. നോൺ പേഴ്സൺസ് എന്ന് പറയുന്നത് 12:30 പിടിച്ച ആളുകളെ FIR വരുമ്പോൾ 4:30 FIR വരുമ്പോൾ ഈ പ്രതികളുടെ പേര് അതിലില്ല. കസ്റ്റഡിയിലുള്ള പ്രതികളുടെ അത് പ്രത്യേകം കോടതി ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ FIS ഇട്ടത് PV അൻവറും പിന്നെ നോൺ ആയിട്ടുള്ള പേരറിയാത്ത 10 പേരുമാണ്. അതിൽ പേരറിയുന്ന 4 പേർ അവിടെ ഉണ്ടേ. 12:45 മുതൽ പേരറിയുന്നവരില്ലേ? അതാണ് ഇതിലെ പ്രശ്നം. അതിനെ കോടതി ചോദിച്ചത്. നമ്മളെന്താ വെച്ചാൽ ഈ കേസ് മൊത്തം ഒരു കൺകോട്ടറാണ് പിന്നീട്. കാരണം ഈ കേസിലെ നേരം 11:45 കഴിഞ്ഞിട്ട് 4:45 വരെ FIS ഇട്ടിട്ടില്ല. എന്തുകൊണ്ട് എന്നതിന് ഒരു പ്രശ്നമല്ലേ? ഇമീഡിയറ്റ് ബിഫോർ ദ പോലീസ് സ്റ്റേഷനാണ്. അവിടെ വെച്ച് നടന്ന ഒരു സംഭവത്തെ കുറിച്ചിട്ട് 4:45 വരെ FIR ഇട്ടില്ല എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാം രാജ്യത്ത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പോലത്തെ ഒരു അജിറ്റേഷൻ ഇവിടെ നടന്നിട്ടുള്ളതിപ്പോൾ പോലീസായി നിൽക്കണത്. പിന്നീട് മുകളിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടാണ് എന്തുണ്ടാകുന്നത്, കേസ് എടുക്കുന്നത്. അതുകൊണ്ടാണ് കേസ് വഹിക്കുന്നത്. പ്രതീക്ഷിക്കുന്നുണ്ട്. അയാൾ ഇവിടെ നിന്ന് റിലീസ് മെമ്മോ കിട്ടിയാൽ പോയി ഇന്ന് തന്നെ ഇറക്കാം. വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. കോടതി റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്ത് തരിക മാത്രമേ വേണ്ടത്. വേറെ ഒന്നും ചെയ്യാനില്ല. MLA ഉൾപ്പെട്ടില്ല എന്നവരുടെ കേസ്. അതായത് 40 പേര് അവിടെ ഇരുന്ന് പിന്നെ ശ്ലോകം വിളിക്കുകയാണ്. ഇതിൽ പെടാത്ത 10 പേര് പോയിട്ട് ആക്രമിച്ചു എന്ന കേസ് FIS പ്രകാരം. പിന്നീട് അത് നിലനിൽക്കില്ല. അതിൽ ഈ 40 പേരിൽപ്പെട്ട ഒരാളെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളപ്പോൾ ഈ 40 പേര് കൂടി ഇപ്പോൾ പ്രതിയാന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നീട് അങ്ങനെ ആഫ്റ്റർ തോട്ട്
മൊത്തത്തിൽ ആകെ കൂടി എന്താണെന്ന് വെച്ചാൽ വിത്തോട്ടെ പ്രേരണ നൽകി എന്നാണ്. പ്രേരണ നൽകിയെന്നാണ്. പ്രേരണക്ക് എന്താ കുറ്റം ഇതുള്ളത്? അങ്ങനെയാണ് പ്രേരണ ചെയ്ത അയാളാണ് ഒന്നാം പ്രതിയാക്കേണ്ടത്. പ്രതിയാക്കണ്ടേ? ആദ്യം പ്രതിയാക്കേണ്ട അയാളാണ്. ഒഴികെ ബാക്കി 30 പേരുണ്ടെങ്കിൽ അവരെ പ്രതിയാക്കണ്ടേ? അവരൊക്കെ ഇതിലുള്ള ആൾക്കാരല്ലേ? പോലീസ് മൊത്തത്തിൽ ബ്ലാങ്കാണ്. ഈ കേസ് നിലമ്പൂർ പോലീസിൻ്റെ താല്പര്യപ്രകാരമുള്ളതല്ല എന്ന് ബാക്കിയുള്ള നാളുവഴികൾ നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ആദ്യം പോലീസ് എടുത്തത് എങ്ങനെയെന്ന് വെച്ചാൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം നിലമ്പൂരിൽ നടന്നു. ഒരാളെ ആന ചവിട്ടി കൊന്നാണ്. സ്വാഭാവികമാണ് ജനങ്ങളുടെ പ്രതികരണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതികരണം ഉണ്ടായി. ആ പ്രതികരണത്തിൽ ആ സ്വാഭാവികമായ പ്രതികരണം എന്നതിലേക്ക് അവഗണിക്കാവുന്നൊരു സംഗതിയാണിത്. അങ്ങനെ അവഗണിച്ചിട്ടുമുണ്ട്. പിന്നീട് മുകളിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് വളരെ വൈകിയ സമയത്ത് ഇതിൽ കേസെടുക്കുന്നത്. ഇല്ലേ 4:45 വരെ കാത്തിക്കണ്ട. ഈ 4:45 അറസ്റ്റ് ചെയ്തപ്പോഴും ബാക്കിയുള്ള സമയത്തൊക്കെ നിലമ്പൂരിൽ തന്നെയുള്ള MLA രാത്രി 9:45 വീട്ടിൽ പോയി അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഈ നോട്ടീസ് നൽകിയിട്ടില്ല. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ അത് കേസുകൾ നോട്ടീസാണ് നൽകേണ്ടത്. സുപ്രീം കോടതി ഗൈഡ് ലൈൻ ഉണ്ട്. അറസ്റ്റ് നാട്ടിൽ കിട്ടാത്ത ആളുമല്ല. അങ്ങനെ ഹൈഡ് ചെയ്യുമെന്ന് വിചാരിക്കാൻ, നാട് വിടുന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. സ്ഥലം MLA അല്ലേ. അപ്പോൾ ഇതിൽ നേരത്തെ തല മുതൽ കണ്ടാൽ മനസ്സിലാവും ഇതിൽ പോലീസ് എന്താണ് ചെയ്യുന്നത്. മുകളിൽ നിന്ന് ആരുടെയൊക്കെ ഉത്തരവ് പ്രകാരം ഇവിടെ പ്രവർത്തിക്കുകയാണ്. അതിലുള്ള ഈ മട്ടലിൽ ചവിട്ടിയ അനുഭവമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഏതെങ്കിലും സ്ഥലം പൊന്തി നിൽക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ പോലീസിൻ്റെ അവസാനത്തെ കളിയാണ് എന്ത് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞത്. അതെങ്ങനെ പോലീസ് അത് കോടതി ആരും കസ്റ്റഡിക്ക് പ്രത്യേക ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കസ്റ്റഡി എന്തിനാണെന്ന് മര്യാദയ്ക്ക് പറഞ്ഞു പ്രതികളെ കണ്ടെത്താനെന്നാണ് പറഞ്ഞത്. കോടതി ഒരു നല്ല ഉചിതമായ തീരുമാനം എടുക്കുമെന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. വാല്യുവേഷൻ്റെ കഥ അങ്ങനെയാണ്. വാല്യുവേഷൻ എവിടെ നിന്നാണ് ഉണ്ടാവേണ്ടത്? FISൽ അങ്ങനെ പിന്നെ നഷ്ടം ഉണ്ടായി തന്നെ പറയുന്നില്ല. പിന്നീട് DF 35,000 രൂപ കണക്കാക്കിയെന്ന് പറഞ്ഞ് അവിടുത്തെ ക്ലോക്കിൻ്റെയും വാതിലിൻ്റെയും ചെയറിൻ്റെയും കൂടി വില 35,000 ഉണ്ടെന്നാണ് പറഞ്ഞത്. ആർക്കെ വിശ്വസിക്കാൻ കഴിയുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് വാല്യൂ ചെയ്യേണ്ട ആരാ? എൻജിനീയേഴ്സ് അല്ലേ. ഒരു സ്ഥലത്തും തമ്മിൽ ടാലി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. ഫാബ്രിക്കേറ്റഡ് കേസാണ് പ്രൈമാ ഫേസിയ മനസ്സിലാവും. പ്രഥമ ദൃഷ്ടിയ കണ്ടാൽ മനസ്സിലാവും. മാത്രമല്ല ഇവിടെ ജനാധിപത്യ രീതിയിൽ ഒരു MLAക്ക് പ്രത്യേകിച്ച് നാട്ടിലെ കാര്യങ്ങളിൽ നടത്താവുന്ന ഒരു അജിറ്റേഷൻ നടത്തിയത് ഒരു ബാധകമായി കാണുകയാണെങ്കിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും പുറത്തുണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ കേസെടുക്കുകയാണെങ്കിൽ